നമസ്കാരം. സന്ദേശ് ഖാലി ബി.ജെ.പിയുടെ സൃഷ്ടിയാണെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് കരുത്തു പകർന്ന് പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരെയുള്ള പ്രതിഷേധത്തിൽ അണിനിരക്കാൻ 70-ലധികം സ്ത്രീകൾക്ക് 2000 രൂപ വെച്ച് നൽകിയെന്ന് പ്രാദേശിക ബി.ജെ.പി നേതാവ് പറയുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. ഷാജഹാൻ ഷെയ്ഖ് ലൈംഗിക അതിക്രമം, ഭൂമി തട്ടിയെടുക്കൽ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. ബി.ജെ.പി ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ. 45 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ദൃശ്യങ്ങളിൽ സന്ദേശ് ഖാലി മണ്ഡൽ പ്രസിഡന്റ് ഗംഗാധർ കായലിനോട് രൂപസാദൃശ്യമുള്ള വ്യക്തിയാണ് ഉള്ളത്. ഗംഗാധർ തന്നെയാണ് മുമ്പ് വന്ന ദൃശ്യങ്ങളിൽ ബലാത്സംഗ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് വെളിപ്പെടുത്തുന്നത്. പുതിയ വീഡിയോയിൽ ഗംഗാധർ 70 സ്ത്രീകൾക്ക് പ്രതിഷേധത്തിനെത്താനായി 2000 രൂപ നൽകിയെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് ഷെയ്ഖിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് 2.5 ലക്ഷമായിരുന്നു ഈ സമരത്തിനായി ചെലവ് വന്നത്. 50 ബൂത്തുകളിലെ ആളുകളായിരുന്നു സമരത്തിനെത്തിയത്. അതിൽ 30% സ്ത്രീകളായിരുന്നു. പട്ടികജാതി, പട്ടികവർഗ, OBC വിഭാഗങ്ങളെ പണം കൊടുത്ത് ഒപ്പം നിർത്തുകയായിരുന്നു. അവരെ തൃപ്തിപ്പെടുത്താൻ പണം ആവശ്യമായിരുന്നു. കടുത്ത സാഹചര്യമുണ്ടായാൽ സ്ത്രീകൾ മുന്നിൽ വന്ന് പോലീസിനെ നേരിടുമായിരുന്നുവെന്നും ഗംഗാധർ പറഞ്ഞു. അതേസമയം വീഡിയോ വ്യാജമാണെന്നാണ് ബി.ജെ.പിയുടെ അഭിപ്രായം. ആരോപണങ്ങളെ പാർട്ടി തള്ളിയിരിക്കുകയാണ്. സന്ദേശ് ഖാലിയിൽ ബി.ജെ.പിയുടെ വ്യാജ സൃഷ്ടിയുടെ സത്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തൃണമൂൽ വക്താവ് റിജു ദത്ത അവകാശപ്പെട്ടു. തൃണമൂൽ നേരത്തെ സന്ദേശ് ഖാലി സ്ത്രീയുടെ വിവിധ വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. മെയ് 4-നാണ് ആദ്യ വീഡിയോ പുറത്തു വന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അധികാരിയാണെന്നും ഗംഗാധർ കായൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ ബലാത്സംഗ പരാതി നൽകിയ സ്ത്രീയുടെ വെളിപ്പെടുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. ബി.ജെ.പി നേതാക്കൾ ഇവരെ വെള്ള പേപ്പറിൽ നിർബന്ധിച്ച് ഒപ്പിട്ട് നൽകാൻ പറഞ്ഞതാണെന്നും തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ പോയതെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ബലാത്സംഗ ഇരകൾ രാഷ്ട്രപതിയെ കാണുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് സന്ദേശ് ഖാലി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ഖേര പത്ര പറഞ്ഞു. തൃണമൂൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പദവി ദുരുപയോഗം ചെയ്തെന്നും തൃണമൂൽ നേതാക്കൾക്കെതിരെ ബലാത്സംഗ പരാതികൾ നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും പാർട്ടി ആരോപിച്ചിരിക്കുകയാണ്. ഇങ്ങ് തെക്ക് കർണാടകയിൽ ലൈംഗിക അരാജകത്വത്തിന്റെ പേരിൽ രേവണ്ണയും കൂട്ടുപ്രതികളും അറസ്റ്റിലാവുകയും ഘടകകക്ഷി എംപിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തത് തിരിച്ചടിയായ പശ്ചാത്തലത്തിൽ സന്ദേശ് ഖാലി സംഭവം ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാമെന്ന ബി.ജെ.പി പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. എന്താവും അവരുടെ അടുത്ത നീക്കമെന്ന് കാത്തിരുന്നു.